ചാനൽ IAS ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1793. സോ ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. Charter Act of 1793. സോ ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് ചാർട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഗവൺമെൻറ് നൽകുന്ന ചാർട്ടേഴ്സ് ആണ് എന്ത് ഈ ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾ 1786 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലോർഡ് കോൺവാലിസിലേക്ക് എന്ത് ചെയ്യുന്നു? മേജർ പവറും വന്നു ചേരുകയാണ്. ഇവിടെ ചാർട്ടർ ആക്ട് ഓഫ് 1793 വന്നു ചേർന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ ലോർഡ് കോൺവാലിസിനുള്ള എല്ലാ പവേഴ്സും ഇനി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചർ ഗവർണേഴ്സിന്, ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ഗവർണേഴ്സിനും ഈ പവർ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിലവിൽ ലോർഡ് കോൺവാലിസിനുള്ള അതേ അധികാരം ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ഗവർണേഴ്സിനും നൽകപ്പെടുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്ന ചാർട്ടേഴ്സാണ് ചാർട്ടർ ആക്ട്. സോ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി 20 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു? ട്രേഡ് മോണോപ്പൊളി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് നമ്മൾ ഓൾറെഡി ബോർഡ് ഓഫ് കൺട്രോളിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഓൾറെഡി നമ്മൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ ആ ഒരു ഡുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഡിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇവിടെ ചാർട്ടർ ആക്ട് ഓഫ് 1793 വരുമ്പോഴേക്കും ബോർഡ് ഓഫ് കൺട്രോളിലെ എല്ലാ മെമ്പേഴ്സിനും സ്റ്റാഫ്സിനും ഇന്ത്യൻ വരുമാനത്തിൽ നിന്നും ശമ്പളം നൽകണം എന്നൊരു വ്യവസ്ഥ കൂടി ചാർട്ടർ ആക്ട് ഓഫ് 1793 മുൻപോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടർ ആക്ട് ഓഫ് 1793 നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് പോയിന്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യാം. ലോർഡ് കോൺവാലിസിലേക്ക് മേജർ പവർ വന്നു ചേരുകയാണ്. അതുകൊണ്ട് തന്നെയും ലോർഡ് കോൺവാലിസിൻ്റെ സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ഗവർണേഴ്സിനും ഇതേ അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി 20 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കുന്നു. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദാറ്റ് ബോർഡ് ഓഫ് കൺട്രോളിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ സ്റ്റാഫ്സിനും ഇനി മുതൽ ശമ്പളം നൽകേണ്ടത് ഇന്ത്യൻ വരുമാനത്തിൽ നിന്നായിരിക്കണം. So that's all about Charter Act of 1793. Stay tuned to this channel for more videos.